ഹലോ നമസ്കാരം. അതെ, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഒരു ചോദ്യത്തോടു കൂടി ആരംഭിച്ചാലോ? നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? എന്തോ ചോദ്യം അല്ലേ? നമ്മുടെ തൃശ്ശൂര്. എന്നാ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാണ്? അതിപ്പോ എന്ത് സിമ്പിൾ ചോദ്യങ്ങളാ. അതേതെ, കൊച്ചി രാജഭരണകാലത്ത് ഏറ്റവും നല്ല തിളക്കമാർന്ന രാജഭരണം കാഴ്ചവെച്ച ശക്തൻ തമ്പുരാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെ, തൊട്ടു പുറയിലേക്ക് നോക്കിക്കേ. ഇതപ്പോ എന്തായിരിക്കും ശക്തൻ തമ്പുരാന്റെ പാലസ്. അതെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ അറിയുന്നത്, വിശേഷങ്ങൾ അറിയുന്നത്, ചരിത്രം അറിയുന്നത് ഈ ശക്തൻ തമ്പുരാൻ പാലസിനെ കുറിച്ചാണ്. ഞങ്ങൾ തൃശ്ശൂരേക്ക് വന്നപ്പം കേൾക്കുന്ന കാണുന്ന ഇതെല്ലാം ശക്തൻ തമ്പുരാനുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. അങ്ങനെയാണ് പ്രധാനപ്പെട്ട ശക്തൻ തമ്പുരാൻ പാലസിലേക്ക് വരുന്നത്. ശരിക്കും പുരാവസ്തു വകുപ്പ് ഇത് ഏത് സമയത്താണ് ഇത് ഏറ്റെടുത്തത്? ഇത് 1993 പുരാവസ്തു വകുപ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് എത്ര സ്ഥലമുണ്ട് ശരിക്കും? നാലുകെട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ ശൈലി? എന്താണ് ഇവര് നിർമ്മാണ ശൈലി? ഇപ്പം അതൊരു കേരളീയ, ഒരു പരമ്പരാഗത കേരളീയ ശൈലിയും ഇൻഡോ ഡച്ച് എന്നാണ് പറയുന്നത്. ഒരു ഇൻഡോ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയാണ് പറയുന്നത്. നമുക്ക് ഏകദേശം 6.5 ഏക്കറോളം വരുന്ന ഉദ്യാന വളപ്പിലാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 6.5 ഏക്കറുണ്ട്. ഈ കോമ്പൗണ്ടും നമുക്കൊരു പൈതൃക ഗാർഡനും വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ട് 6.5 ഏക്കർ. പൈതൃക ഗാർഡൻ അന്നുള്ളതാണോ പിന്നീട്? അതെ, അന്ന് തന്നെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഘട്ടം ഇവിടെയായിരുന്നോ മുഴുവൻ ഈ ശക്തൻ തമ്പുരാൻ? ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ഒരു വസതിയായിരുന്നു ഇത്. ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഇപ്പം ഈ കാണുന്ന കെട്ടിടം അല്ലാതെ പുറകിലോട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്? അതോ പുറകിൽ എന്ന് വെച്ചാൽ ആ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു നിർമ്മിതി. ആദ്യത്തെ നിർമ്മിതി. അതെ. പിന്നീട് ഒരു 1795 ഇന്ന് കാണുന്ന രീതിയിൽ ശക്തൻ രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ കാലത്താണ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കൊട്ടാരം മാറ്റിയെടുത്തത്. ഇതിന് ഏകദേശം ഇപ്പൊ നമുക്ക് അറിയാം, ഇവിടെ വരുമ്പോൾ ജനങ്ങൾക്കെല്ലാം കയറി കാണാനുള്ള അവസരമുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമ്പുരാന്റെ ആ ഒരു കാലഘട്ടം മാത്രമല്ലാതെ ടോട്ടൽ അത് എന്തൊക്കെയാണ് ഇതിനകത്ത്? അതെ, നമുക്ക് ഇതൊരു പുരാവസ്തു മ്യൂസിയമാണ്. മ്യൂസിയം കൂടിയാണ്. അപ്പൊ നമുക്കൊരു ചരിത്രാതീത കാലം തൊട്ട് ഒരു ആധുനിക കാലം വരെയുള്ള ഒബ്ജക്റ്റുകളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ 2005 മ്യൂസിയം ആയിട്ട് ഈ കൊട്ടാരം മാറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ 2024 പുനഃസജ്ജീകരിക്കുകയുണ്ടായി. ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ പുനഃസജ്ജീകരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ഗാലറി ഫ്ലോ ഉൾപ്പെടെ മാറ്റി കുറച്ചുകൂടി പബ്ലിക്കിലേക്ക് എത്തുന്ന രീതിയിൽ, പബ്ലിക്കിന് കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പുനഃസജ്ജീകരിച്ചത്. ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. നമ്മളുടെ മ്യൂസിയം ഗൈഡും കൂടെ ഉണ്ടാവും. അതിനു മുമ്പ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ശക്തൻ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അകത്തേക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മുൻപില്ലാതിരുന്നതും എന്നാൽ ഈ പുനഃസജ്ജീകരണത്തിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്നതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പല്ലക്കാണ്. ശക്തൻ തമ്പുരാന്റെ പല്ലക്ക് നമ്മൾ മുകളിലത്തെ നിലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാലറിയുണ്ട്. നമുക്ക് പെരുമ്പടപ്പ് സ്വരൂപവും ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാലറി ഉണ്ട്. അതിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പല്ലക്ക് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടൊരു ചരിത്ര സ്മാരകം എന്ന് തന്നെ പറയാം. ശക്തൻ തമ്പുരാന്റെ ടോംബാണ്. മറ്റ് 2 രാജാക്കന്മാർ, ഒന്ന് സാമൂതിരി രാജാവിന്റെയും അതുപോലെ ഒരു രാമവർമ്മ മഹാരാജാവ്, കൊച്ചി രാജാവായിരുന്നു. അവരുടെ 2 പേരുടെയും ടോംബ് നമ്മുടെ പൈതൃക ഉദ്യാനത്തിലുണ്ട്. അതെ, ശക്തൻ തമ്പുരാന്റെ ടോംബിനോടൊപ്പം സ്മാരകത്തോടൊപ്പം അദ്ദേഹത്തിന് മറ്റ് 2 രാജാക്കന്മാരുടെ ശവകുടീരം കൂടിയുണ്ട്. ഇത് ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ജനങ്ങൾ ഇവിടെ വന്നാൽ ഇതെല്ലാം കാണാൻ സാധിക്കും കേട്ടോ. അത് വലിയൊരു കാഴ്ചയാണ് ഇവിടെ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഒരുക്കി വെച്ചിരിക്കുന്നത്.
ഇവിടെ എന്നോടൊപ്പം വസുദേവൻ ചേട്ടനുണ്ട്, ഇവിടുത്തെ മ്യൂസിയം ഗൈഡാണ്. ചേട്ടാ, ഇതെന്താണ് ആദ്യം കയറി വരുമ്പോഴേ നമുക്ക് ഒരു വലിയ രഥം കാണാമല്ലോ? ഇതൊരു രാജകീയ രഥമാണ്. ഇത് കൊച്ചി രാജവംശത്തിന് ഡൽഹിയിൽ ഒരു സമ്മർ പാലസ് ഉണ്ടായിരുന്നു, അവിടെ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയാണ്. രാജാവ് ഇടയ്ക്കൊക്കെ അവിടെ ഡൽഹി പോയി താമസിക്കുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവിടെ യാത്ര ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നല്ല ലെങ്ത് ഉണ്ട്. ഒത്തിരി കുതിരകൾ കയറുമോ? എത്ര കുതിരകൾ കയറും? 4 കുതിരകളെ ഇതില്. 4 ഹോഴ്സ് പവർ ആണ്. അതെ അതെ അല്ലേ? രാജശ്രീ രാമവർമ്മയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സമ്മാനമാണ് ദർബാർ കോർച്ച് എന്നറിയപ്പെടുന്ന ഈ രാജരഥം. ഡൽഹിയിൽ കൊച്ചിൻ ഹൗസിലായിരുന്നു ഉപയോഗിച്ചത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നമുക്ക് കയറി വന്നാൽ ഉടനെ കാണാവുന്നത് ഇവിടെ ഒരു ശക്തമ്പുരാന്റെ ഒരു കൊട്ടാരത്തിന്റെ ഒരു ലഘു ചരിത്രമാണ് അല്ലെ? ഇതിന് വടക്കേച്ചിറ കോവിലകം വടക്കേച്ചിറ കോവിലകം എന്നാണ് അറിയപ്പെട്ടത്. പിന്നെ അത് പിന്നെ ഈ കൊട്ടാരം വടക്കേക്കര കോവിലകം, വടക്കേ ചിറയിൽ നിന്ന് വടക്കേക്കര കോവിലകം എന്നാണ് പ്രാരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സാമൂതിരി 1756 തൃശ്ശൂർ കീഴടക്കിയതോടെ കൊച്ചിക്ക് നഷ്ടമായി. 1761 തിരുവിതാംകൂറിന്റെ സഹായത്തോടെ സാമൂതിരിയെ തൃശ്ശൂരിൽ നിന്ന് തുരത്തിയതിനു ശേഷമാണ് കൊട്ടാരം വീണ്ടും കൊച്ചിയുടെ നിയന്ത്രണത്തിലാവുന്നത്. ഒരു പരമ്പരാഗത 4 കെട്ടാണ് അല്ലേ? 4 കെട്ടാണ്. അതിൽ ഒരു ഇൻഡോ യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. 1795 രാമവർമ്മ ശക്തമ്പുരാനാണ് ഈ കാണുന്ന രീതിയിലേക്ക് പുതുക്കി പണിത്. അപ്പം ഇത് ശക്തമ്പുരാൻ നിർമ്മിച്ചാണ്. നമ്മളൊക്കെ ഈ നിൽക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം ശക്തമ്പുരാൻ ഇപ്പൊ പണിതാണ്. ഇത് ഭാഗവും മോൾ ഭാഗവും, മുകളിലേക്ക് അപ്സ്റ്റെയർ എല്ലാം ശക്തമ്പുരാണ് പണിത്. ഇതിന്റെ ബാക്കിലേക്ക് വരണ കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഈ 1795 ശേഷം ഇതെല്ലാം അതിനുശേഷം പുറയിലുള്ളതാണ്. അതിലും പഴക്കമുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ക്ഷേത്രത്തിന് സമീപം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ഭാഗങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഊട്ടുപുരയുണ്ട്, ഉരപ്പുരയുണ്ട്. അപ്പം ശക്തൻ തമ്പുരാനാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ അല്ലേ? ഈ മുമ്പിൽ നോക്കുമ്പോഴുള്ള ആ ഒരു വലിയ ഭംഗിയെല്ലാം അദ്ദേഹം നിർമ്മിച്ചതിന്റെ തെളിവാണ് അല്ലെ? ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അടുത്ത ഗാലറി അനുജനച്ചൻ ഗാലറി എന്നാണ്. അനുജനച്ചൻ ഗാലറി. അപ്പൊ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി എക്സ്കവേറ്റ് ചെയ്ത വസ്തുക്കളുണ്ട്, കണ്ടെത്തിയ വസ്തുക്കളുണ്ട്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലായിരിക്കും? അദ്ദേഹം ഒരു 1930-കൾക്ക് ശേഷം 30-നും 50-കൾക്ക് ഇടയിലുള്ള കാലഘട്ടത്തിലാണ് അധികം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം രാജവംശത്തിലെ അല്ല, അദ്ദേഹം അനുജനച്ചൻ എന്ന് പറഞ്ഞ പാലിയത്തച്ഛൻ ഫാമിലി ഉണ്ട്. ഈ കൊച്ചി രാജവംശത്തിന് തന്നെ ഒരു മന്ത്രിമാരുടെ ഒരു ഒരാളായിരുന്നു. ആ ഫാമിലിയിലുള്ള ആളാണ് അനുജനച്ചൻ. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ആർക്കിയോളജി പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശേഖരിച്ച വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. അവിടെ അത് തന്നെ ഇവിടെ പാലിയോലിത്തിക് പീരീഡിൽ മുതൽ പാലിയോലിത്തിക്, മെസോലിത്തിക്, ചാൽക്കോലിത്തിക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വസ്തുക്കളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തിന് കുറച്ചും കൂടി പഴക്കമുള്ള ഭാഗങ്ങളാണ്. ഇത് 400 വർഷത്തിലേറെ പഴക്കമുള്ള ഭാഗമാണ്. ഈ ഭാഗം ആരാണ് നിർമ്മിച്ചത് നമുക്ക് വ്യക്തമല്ല. ഈ കൊച്ചി രാജവംശത്തിലെ രാജാക്കന്മാർ താമസിച്ചിരുന്ന, പണ്ട് തൊട്ട് താമസിച്ചിരുന്ന ഭാഗം ഇതിനപ്പുറത്തേക്കുള്ള സ്ഥലമാണ്. അതിനുശേഷം ശക്തൻ തമ്പുരാനാണ് ഈ കാണുന്ന, അതാണ് ഭിത്തികൾക്ക് തന്നെ ഡച്ചിന്റെ ഇത് വരുന്നോണ്ടായിരിക്കും ഭിത്തികൾക്ക് ഇത്രയും കനം വരുന്നത്. ഇവിടുത്തെ ആർക്കിടെക്ചർ നോക്കി കഴിഞ്ഞാൽ ഒരു ആർച്ച് സ്റ്റൈലുള്ള വാതിലിന് ആർച്ച് കാണാം. റൂഫിന് ഹൈറ്റ്, ഇവിടുത്തെ റൂഫിന് ഹൈറ്റ് കൂടുതലാണ്. എന്നാൽ കേരള വാസ്തുവിദ്യയിൽ വെച്ചിട്ട് റൂഫിന് ഹൈറ്റ് കുറവാണ്. നിങ്ങൾ ഇത് ലഭിക്കുമ്പോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ശക്തമ്പുരാൻ പാലസിനകത്ത്? അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് ആർക്കിയോ ഡിപ്പാർട്ട്മെന്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള വസ്തുക്കളെല്ലാം ഇവിടെ മ്യൂസിയം ആക്കി മാറ്റിയപ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചതാണ്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ ആ കാലഘട്ടത്തിലെ കല്ലുകളും പല പല കാലഘട്ടങ്ങളിൽ വരണതാണ്. കല്ലുകള്, ഈ ശില്പങ്ങള്, വെങ്കല വിഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം വെങ്കല പ്രതിമകളും അന്നത്തെ ആ ഒരു സ്കൾപ്ചേഴ്സും എല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് അല്ലെ? ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തിട്ടുള്ള വസ്തുക്കൾ, എക്സ്കവേഷൻ ചെയ്തും എക്സ്പ്ലോർ ചെയ്തും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. വളരെ അഭിനന്ദനാർഹം.
ഓഹോ, ഇതാണ് കിച്ചൺ. കിച്ചൺ. ഇത് അന്നത്തെ കാലത്തെ ഈ നാലുകെട്ടിന്റെ സമയത്ത് തമ്പുരാക്കന്മാരുടെ സമയത്തും ഇത് കിച്ചൺ ആയിരുന്നു അല്ലെ? കാര്യം ഇങ്ങനെ ഒരു അഴി വരണമെങ്കിൽ അതിന്. ഇത് അടുക്കള കിണറാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കണോ? ഓ, ഒന്ന് തുറന്ന് കാണിച്ചട്ടെ, പ്രേക്ഷകരെ ഒന്ന് കാണിക്കാലോ. പിന്നെ അടുക്കള കിണറെന്ന് പറയും. ഒരു അന്നത്തെ കാലത്തെ അടുക്കള കിണറാണല്ലേ. സാമാന്യം നല്ല ആഴമുണ്ട്, നല്ല വലിപ്പമുണ്ട്, ഡയമീറ്റർ വൈസ് വലിയ വലിപ്പമുണ്ട്. അപ്പുറത്തൊന്നും ഉണ്ടല്ലേ? അപ്പുറത്തെ സൈഡിൽ നിന്ന് തുറക്കാം. ഓക്കെ, ഇതാണ് അടുക്കള. അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ സമയത്ത് അവരുടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്തിരുന്ന സ്ഥലമാണ്. ഇതിന് അന്നൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. ഇതാണ് പ്രധാന അടുക്കള എന്നാണ് പറയുന്നത് അല്ലെ. ചീനഭരണി ഉണ്ട്, പിന്നെ മരപ്പാത്തി എന്ന് പറയും. ഈ പാകം ചെയ്ത ഭക്ഷണമൊക്കെ ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇതിനപ്പുറത്ത് ചിലപ്പോ അന്നത്തെ കാലത്ത് ഊട്ടുപുരയൊക്കെ കാണാം അല്ലേ? ഊട്ടുപുരയൊക്കെ ആയിരിക്കും. അപ്പുറത്തെ ഒരു ഊട്ടുപുര പോലെയുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് അപ്പുറത്ത്. അത് നമ്മുടെ രാജാക്കന്മാരെ കൊണ്ടുവന്ന സമയത്തെ ഒരു ഭണ്ഡാര പെട്ടിയാണ് കേട്ടോ. അത് പ്രേക്ഷകർക്ക് 3 ലോക്കാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 3 ഒരു സെൻട്രൽ ലോക്ക്, ഏറ്റവും താഴെ ഒരു സെൻട്രൽ ലോക്ക്, 4 ലോക്ക് ചേർന്ന. അപ്പൊ ഏറ്റവും ആദ്യത്തെ ലോക്ക് കഴിച്ചാലേ ബാക്കി 3 ലോക്കുകൾ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതെന്താണ് സാറേ? ഇത് തൃപ്പൂണിത്തറ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ടെമ്പിള്, തൃപ്പൂണിത്തറ അമ്പലത്തിൽ ആചരിക്കേണ്ട മര്യാദകള്, ഇനിയിപ്പോ എന്തെങ്കിലും മര്യാദകൾ തെറ്റിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ, ഇതെല്ലാം ആണ് ഇതിന്റെയൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് ഓർഡർ എന്ന് പറയില്ലേ. തമ്പുരാനെ കുറിച്ച്, ശക്തൻ തമ്പുരാൻ എന്ന് വെച്ചാൽ രാമവർമ്മ തമ്പുരാനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അംബിക തമ്പുരാട്ടിയുടെയും ചേന്നമംഗലം മറയിൽ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ മകനായിട്ടാണ് 1751 ഓഗസ്റ്റ് 26 വെള്ളരാപ്പള്ളി കോവിലത്താണ് കുഞ്ഞിപ്പിള്ള എന്ന ഓമനപ്പേരുള്ള രാമവർമ്മ ശക്തൻ തമ്പുരാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം രാജാവായി സ്ഥാനമേറ്റ ശക്തമ്പുരാൻ 1805 മരിക്കുന്നവരെ കൊച്ചി രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന ഇതിനോട് ഫ്യൂഡൽ മേധാവികളെ അമർച്ച ചെയ്യുന്നു എഴുതിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം ഈ കൊച്ചി രാജ്യത്തെ മുഖങ്ങൾ, കോവിലകത്തും വാതിലുകൾ, പ്രവൃത്തികൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു എന്നുള്ളതാണ് അത് കാണാൻ സാധിക്കുന്നത്. വടക്കേ മുഖമൊന്നും തെക്കേ മുഖമൊന്നും കിഴക്കേ മുഖമൊന്നും എന്നിവയായിരുന്നു മുഖങ്ങൾ. ആ കൊച്ചി രാജ്യത്തെ മുഖങ്ങളെ തിരിച്ചിരുന്നത്. പിന്നെ രാജാവ് തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഭരണ സംവിധാനം ഏകോപിപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ വാണിജ്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു വലിയ തമ്പുരാൻ. ഇപ്പൊ നമ്മൾ പോകുന്നത് ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ച കട്ടില് കാണാനാണ് കേട്ടോ അല്ലേ? അദ്ദേഹത്തെ റൂം കാണാനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ റൂമാണ്. അദ്ദേഹം മരിച്ചത് ഈ റൂമിൽ കിടന്നാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പറയുന്നത്. ഇത് കൊച്ചി രാജവംശത്തിലെ രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം. ഓരോ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ തന്നെ. രാമവർമ്മ, കേരളവർമ്മ, രവിവർമ്മ, ഇങ്ങനെയുള്ള മഹാരാജാക്കന്മാരുടെ ചിത്രങ്ങള്. പിന്നെ കുറച്ച് ഇവരുടെ ദിവാൻമാര്. റൂമിന്റെ അപ്പുറത്തൊരു ഹോള് കണ്ടിരുന്നു. അതെന്തായിരുന്നു? അത് ഒരു ചെറിയ ക്യാബിനറ്റ് ആണ്. രാജാവ്, മന്ത്രിമാര് രഹസ്യങ്ങൾ സംസാരിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ. ഇനി ഒരു ചെറിയൊരു വരാന്ത പോലെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ നടുമുറ്റം കാണാൻ പറ്റും. ആഹാ, ഇത്ര മനോഹരാണ് അല്ലേ? ഇവിടെയാണ് നമുക്ക് ശരിക്കും ഇതിന്റെ ഡിവിഷൻ അറിയാൻ സാധിക്കുന്നത് കേട്ടോ. ശക്തൻ തമ്പുരാൻ പണിതതും പഴയ ആ നാലുകെട്ടിന്റെ ഭാഗവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആയുധ ഗാലറിയാണ് ഇത്. ആയുധങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കൊച്ചി രാജവംശത്തിന്റെ ആയുധങ്ങൾ, കഠാര, വാള്, പരിച. പിന്നെ അവരുടെ ഒരു ഹെൽമെറ്റ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് അല്ലേ? ഹെൽമെറ്റ് ആണ്. തുകൽ പരിചയം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ.
തുകല് പുറത്ത് തുകലിന്റെ കോട്ടിംഗ് ആണ്, അകത്ത് വുഡൻ ഫ്രെയിം ആണ്. വുഡൻ ഫ്രെയിമില് ഒരു തുകലിന്റെ കോട്ടിംഗ് വെച്ചിട്ടുള്ളത്. ചെസ് ബോർഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഫ്ലോറൽ ആയിട്ടുള്ള ഈ ഇലകളുടെ പോലെയുള്ള ഇത് കാണാനില്ലേ, ഇതെല്ലാം ആനക്കൊമ്പോട് നിർമ്മിച്ചാണ്. നടുക്കുള്ള ബോർഡ് ചന്ദനമരം. ചന്ദനമരം. അപ്പൊ വെള്ളയിൽ കുത്തി വെച്ചിരിക്കുന്ന എല്ലാം ആനക്കൊമ്പോണ്ട് നിർമ്മിച്ചാണ്. ആനക്കൊമ്പോണ്ട് നിർമ്മിച്ചാണ്. അപ്പൊ ഈ ഇതിനകത്ത് കരിക്കളം ആനക്കൊമ്പ്. ആനക്കൊമ്പ്. ഇവിടെ പെട്ടികൾ കാണാം, അന്ന് ഉപയോഗിച്ചിരുന്ന തളികകൾ കാണാം. എനിക്കൊന്നു അന്ന് ഈ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അവരൊക്കെ സമ്മാനമായിട്ട് കൊടുത്തതാണ്. ശക്തൻ തമ്പുരാനെ കുറിച്ചും ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തെ കുറിച്ചും നമ്മൾ അറിഞ്ഞല്ലേ? അതെ, നമുക്കിനിയും നല്ല ഫുഡിനുള്ള സമയമാണ്. ഇവിടെ തൃശ്ശൂർ വെച്ച് ഞാൻ പഞ്ചമി എന്നൊരു വിദ്യാർത്ഥിനെ കണ്ടുമുട്ടി കേട്ടോ. അപ്പൊ ആള് പറഞ്ഞു ദേശമംഗലത്തേക്ക് വാ, ഞാൻ നല്ലൊരു സിമ്പിൾ രുചി സമ്മാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? വാ. തൃശ്ശൂരിനെ തൃശ്ശൂരാക്കിയ ശക്തൻ തമ്പുരാൻ പാലസിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇതേ നമ്മൾ ഇങ്ങ് പോകുന്നു നമ്മുടെ ഷൊർണൂരിനടുത്ത് പാലക്കാട് ജില്ലയോട് ചേർന്ന് ദേശമംഗലം എന്ന നാട്ടിലാട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ എന്റെ കൂടെ പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അജ്ജന കണ്ണാളെ. പഞ്ചമിയാണ് കേട്ടോ കൂടെ. ആ ചിരി, ഞാൻ പാട്ട് കൃത്യമായിട്ട് നല്ല പാട്ടാണല്ലോ, ചേരുന്ന പാട്ടാ പഞ്ചമിക്ക്. പഞ്ചമി പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ദേശമംഗലം നല്ല കിടിലൻ നാടാണല്ലോ, സൂപ്പർ നാടാണല്ലോ. പക്ഷെ പഠിച്ച കോളേജ് ഇപ്പൊ എവിടെ? തൃശ്ശൂരാണോ ചെയ്യുന്നത്? തൃശ്ശൂരാണ് അല്ലെ? കോളേജിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുവാ ഞങ്ങൾക്ക് ഇന്ന് വെച്ച് തരാൻ പോണേ? നല്ല കാന്താരി ചമ്മന്തി, ഉള്ളി മുളകും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന് ഒരിക്കലും ചെറിയ ചമ്മന്തി. നാടൻ ചമ്മന്തി. ഉള്ളി ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? ഉള്ളിയുണ്ട്, പിന്നെ മുളകുണ്ട്, പുളിയുണ്ട്, കറിവേപ്പില. എന്താണ് പുളിയോ? പുളി, കോൽപ്പുളി എന്നൊക്കെ പറയും. പുളി. ഓക്കെ ഓക്കെ ഓക്കെ, കോൽപ്പുളി എന്നൊക്കെ പറയാറ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ പുളി. ഓക്കെ, മധുരമുള്ള പുളി അല്ലേ? ഓക്കെ. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ചതയ്ക്കാനുള്ള കരുത്തുണ്ടല്ലോ അല്ലേ? ശരി, നമുക്ക് തുടങ്ങിയേക്കാം. ഓക്കെ, ആദ്യം എന്താ ചെയ്യുന്നേ? നമുക്ക് ആദ്യം ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് ചതയ്ക്കാം. ഈ പുളിയെ ഞങ്ങളുടെ നാട്ടിൽ വാളംപുളി എന്നാ പറയാ ഇതിനെ. ഇവിടെ എന്താ പറയാ? ഇവിടെ കോൽപ്പുളി എന്ന് പറയും. കോൽപ്പുളി എന്ന് പറയും അല്ലേ? ഓക്കെ. ഇത് നമുക്ക് മുളകിടാം. എത്ര മുളക് വേണം? എരിവിന് 2 മുളക് അല്ലെങ്കിൽ 3 മുളക്. അങ്ങനല്ലേ? 4 മുളക് ഇട്ടു. നാടൻ വിഭവങ്ങൾ. ഇത് ഇച്ചിരി പഴങ്കഞ്ഞിയോ അല്ലെങ്കിൽ കുറച്ച് കപ്പയോ ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് പിടിക്കാം അല്ലേ? ഇത് കല്ല് ചതയ്ക്കുമ്പോ ഒരു പ്രത്യേകമാണ്. ഇപ്പൊ ഉള്ളി മുളകും ചതയ്ക്കുമ്പോ ഒരു മണം വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന്. അത് മിക്സിയില് അരയ്ക്കുമ്പോ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല. കല്ല് ചതക്കണ ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് പുളിയിടാം. നിങ്ങളുടെ പറയാം കോൽപ്പുളി. പുളിയോ പുളി. എനിക്ക് പഞ്ചമിയെ കിട്ടിയത് ശക്തൻ തമ്പുരാന്റെ അവിടെ തന്നെയാണ് കേട്ടോ. പഞ്ചമിയെ ഞാൻ ചോദിച്ചു. അപ്പം ഹെറിറ്റേജ് ബൈറ്റ്സ് കാണുന്ന പ്രോഗ്രാമാണ്. അപ്പം നമ്മുടെ ഓരോ നാടിൻ രുചി ഇവിടെ സാധാരണക്കാരന്റെ അല്ലേ എന്താ രുചിയാണിത്. ഓക്കെ, ഏത് പാത്രത്തിലോട്ടാ? ഇതിലോട്ട് തന്നെ അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടോ അല്ലേ? കറിവേപ്പില വേണോ നമുക്ക്? ഡെക്കറേഷൻ ഇടാം. ഓക്കെ, ശരി. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ ചതച്ച ആ ഉള്ളിയുടെയും ആ കാന്താരിയുടെയും ആ കോൽപ്പുളിയും ചേർത്ത് ചതച്ചത്
ലേശം ഉപ്പ് അല്ലേ? ഓക്കെ. കുറച്ച് വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ അല്ലേ? നാടൻ നാട്ടിയ വെളിച്ചെണ്ണയാണ്. ഓക്കെ, മിക്സ് ചെയ്യണോ? ചെറുത്. ഒത്തിരി മിക്സ് ആക്കൊന്നും വേണ്ടല്ലേ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണേൽ ഇപ്പൊ കല്ലിൽ ഇടിക്കാനും കയ്യിലൊരു ഇതിട്ടിട്ട് തുണി ഇട്ടിട്ടൊന്നും ഞാൻ ഇട്ടാലും മതിയല്ലയോ? പക്ഷെ കല്ലിൽ ഇടിക്കുമ്പോ അതിൻ്റെ ആയിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു പേടി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ അല്ലേ? ഇത് നമുക്ക് എന്തും കൂട്ടി കഴിക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതങ്ങ് അരയുകയോ അങ്ങനെ അങ്ങ് അരയുകയോ ഒന്നും വേണ്ട അല്ലേ? ഓക്കെ. നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്താലോ? ആദ്യം കൈ ചേരാൻ കാണിക്കാം. അങ്ങോട്ട് വരാം. കാന്താരിയുടെ ഭാഗം എടുത്തില്ല. കഴിച്ചു നോക്കാം. അത്ര വലിയ എരിയില്ല അല്ലേ? പാകത്തിന് ഉപ്പ്. കാന്താരിയുടെ ഭാഗം ഒഴിവാക്കിയാണെന്ന് അറിയാം. ഇപ്പൊ പതുക്കെ എരി വന്നു തുടങ്ങി. അല്ലേ? പക്ഷെ കപ്പയും കഞ്ഞിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. പഞ്ചമി, താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു നാടിന്റെ ചരിത്രവും നാടിന്റെ ഐതിഹ്യങ്ങളും ഒക്കെ തേടി പോകുന്ന ഹെറിറ്റേജ് ബേസിൽ അതോടൊപ്പം തന്നെ രുചിയും നാടും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട് അല്ലേ? ഓരോ നാടിനും ഓരോ ഭക്ഷണമുണ്ട്, ഇതുപോലെ ഓരോ പേരുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ നാടിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഫുഡ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദേശമംഗലത്തെ ഒരു ചെറിയ ചമ്മന്തി ഞങ്ങൾക്ക് സമ്മാനിച്ച പഞ്ചമിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. പിന്നെ കാണപ്പം ഹെറിറ്റേജ് ബേസിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.